ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ബിഗ് ബോസിലെ വമ്പൻ അടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ വീഡിയോസിനെ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇത് ഗെയിം അല്ല. നീ പുറത്ത് ഏതെങ്കിലും അറിയി നീ നടക്കുന്നതാണോടി. ഇവിടെ എനിക്ക് നിന്നെ പോലെ മുക്കണ്ട ആവശ്യമുണ്ടീ. ഞാൻ പുറത്ത് എത്ര എനിക്ക് ഇവിടെ അന്തസ്സായിട്ട് പുറത്തിറങ്ങി പണിയുണ്ടീ. എനിക്ക് നിന്നെ പോലെ ഇത്രയും കരുത് വൃത്തിയായിട്ട് കളി കളിക്കണ്ട. അവള് പോട്ടാ ഫ്രണ്ട് വന്ന് ചിരിച്ചില്ല. നീ ഇത്ര കളിച്ചിട്ട് നീ ഫ്രണ്ട് വന്ന് ചിരിക്കുന്നില്ല. നീ നീ എന്റെ അടുത്ത് ചിരിക്കാൻ പറ്റാ കേട്ടോ. നീ നീ ഞാൻ മേലെ എന്റെ ഫ്രണ്ട് വന്ന് ചിരിക്കാൻ എന്തെങ്കിലും ചെയ്താണ്ടാ നീ രണ്ടും കൂടി തീർന്നടാ. പവർ ടീം ഡിസ്കസ് ചെയ്യുന്ന അവിടെ നിർത്തണമായിരുന്നു. അവിടെ ഞങ്ങൾക്ക് 2 തരം 3 തരം അഭിപ്രായം കാണും. അവൻ ആക്റ്റീവ് അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലെന്ന് തന്നെ പറയും. എന്ന് പറഞ്ഞവന് മുമ്പിൽ ചിരിക്കാൻ പാടില്ലെന്നൊന്നുമില്ല. ഇങ്ങനെ തെറ്റിയത് ഇങ്ങനെ തെറ്റിയത് മുമ്പേ ഒക്കെ പറയും. എന്നൊരു നോമിനേറ്റ് ചെയ്യാൻ പാടില്ലേ? എന്താ വാഴ പോലെ വാഴ പുറം മരവാഴ പുറത്ത് കണ്ടു നടക്കുമ്പോട്ടാ നിന്റെ കുടുംബം ആലോചിച്ച് കളിച്ചു. നീയൊക്കെ നീ എന്റെ പുറകെ കുത്തി ഫ്രണ്ട് ഒന്നും തിരിച്ചോട്ടല്ലോ. കേട്ടോ ഇത്ര നേരം കേട്ടോ. പുറത്തിറങ്ങി നടക്കണ്ട യാതൊരു. പക്ഷെ നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ നീ എന്തോ ഈ പറയുന്നേ? നീ പറയുന്നത് നീ സ്വയം ആലോചിക്ക്. നിന്നെ നോമിനേറ്റ് ചെയ്തൂടെ? നിന്നോട് ചിരിക്കുന്ന മീഡിയം പറഞ്ഞ് നിന്നെ നോമിനേറ്റ് ചെയ്യണ്ടേ? നിന്നെ പിടിച്ചിരുത്തണോ? ചിരിച്ച് കാലൊക്കെ നിൽക്കണം. എനിക്ക് അറിഞ്ഞൂടാ. പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായെങ്കിൽ പോക്കോ. ജനങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണ് പറഞ്ഞതിന്റെ പൊരുൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അന്തസ്സായിട്ട് നേർക്ക് തരാൻ 2 പേഴ്സണാലിറ്റി കാണിച്ചാണല്ലോ. എടാ നിന്നോട് ചിരിക്കുന്നോ അല്ലെങ്കിൽ നിന്നോട് സംസാരിക്കുന്നോ പറഞ്ഞ് നിന്നെ നോമിനേറ്റ് ചെയ്യാൻ എനിക്ക് പാടില്ലേ? നിന്നെ നോമിനേറ്റ് ചെയ്യണമെന്ന് പറയാൻ എനിക്ക് പാടില്ലേ? നമ്മുടെ ടീമിന്റെ അകത്ത് നിൽക്കേണ്ട ന്യൂസ് പോയി പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ അത് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നത് പബ്ലിക്കായിട്ട് പറയുന്നത് വ്യത്യാസമുണ്ട്. അത് ഞങ്ങളുടെ ഇഷ്ടമാണ്. നിന്നോട് ചിരിക്കുന്ന പറഞ്ഞ് നിന്നെ നോമിനേറ്റ് ചെയ്തോടെ. അവനോടല്ല എത്തിക്കാവുള്ളത്. എടോ നിന്റെ പുറകെ നിന്നെ അവിടെ കണ്ടല്ലോ. എന്നെ നോമിനേഷൻ ചെയ്തു. നീ ഡയറക്റ്റ് പറഞ്ഞോണ്ടല്ലോ അങ്ങനെ കളിക്കല്ലോ. നീ ബാക്കി ഒന്ന് കുത്തിട്ട് നിന്റെ അടുത്ത് സംസാരിക്കുന്നില്ല. കുത്തിയിട്ടില്ല ഋഷി. നീ ഒന്ന് ഇരുന്ന് നീ പൊക്കെ അതിന്റെ അടുത്ത് വരുന്നത് ഞാൻ ബാക്കിന്ന് കുത്തിയിട്ടില്ല ഋഷി. നീ അത് പറയല്ലേ? ഞാൻ ബാക്കിന്ന് കുത്തിയിട്ടില്ല ഋഷി. ഞാൻ നിന്റെ ബാക്കിന്ന് കുത്തിയിട്ടില്ല ഋഷി. ഞങ്ങൾ ഇതൊന്നും ഉദ്ദേശിച്ചല്ല ഋഷി എന്ന് പറയുന്ന മനസ്സിലാക്ക. നോമിനേഷൻ അല്ലേ ഋഷി? ഋഷി നീ ഇത്രയും പറഞ്ഞിട്ട് പോലെ നീ ആയോണ്ടാ കേട്ട് നിൽക്കുന്നേ.
ഈ വീഡിയോയിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.